ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയതോടെ UDF-ഉം LDF-ഉം വലിയ തോതിൽ വർഗീയ പ്രചാരണങ്ങൾ അടിച്ചുവിടുകയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തോൽവി മണത്ത ഇടതുവലതു മുന്നണികൾ നാടിന്റെ സ്വൈരജീവിതം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPI-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും UDF സഖ്യത്തിലാണ്. കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ ആസൂത്രകനായ അബ്ദുൽ നാസർ മദനിയുടെ PDP-യുമായിട്ടാണ് LDF-ന്റെ സഖ്യം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച നടത്തി. സഞ്ജിത്തിന്റെയും ശ്രീനിവാസന്റെയും വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ കുടുംബങ്ങളുമായും സതീശൻ ചർച്ച നടത്തി. ശ്രീനിവാസന്റെ പിതാവ് സജീവ കോൺഗ്രസുകാരനായിരുന്നു. എന്നാൽ ശ്രീനിവാസൻ കൊല്ലപ്പെട്ടപ്പോൾ പാലക്കാട് MLA ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ സൗഹൃദം നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കോൺഗ്രസിന്റെ സെമി ബന്ധമുള്ള ഒരു MLA-യുടെ നേതൃത്വത്തിൽ പാലക്കാട് ഗ്രീൻ സ്ക്വാഡ് എന്ന പേരിൽ ഒരു സംഘം പ്രചരണം നടത്തുന്നുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ച രീതിയിലല്ല കോൺഗ്രസുകാർ പാലക്കാട് പ്രവർത്തിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വേണ്ടി വിദേശത്ത് നിന്നും ഭീകര സ്വഭാവമുള്ളവരിൽ നിന്നും ഫണ്ട് വരുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പാലക്കാടും അത്തരം ഫണ്ട് വരുന്നുണ്ടോ എന്ന് BJP-ക്ക് സംശയമുണ്ട്. പാലക്കാടും അത്തരം ഫണ്ട് വരുന്നുണ്ട് എന്നാണ് BJP-യുടെ ആരോപണം. മദനിയാണ് ഭീകരവാദത്തിന് വിത്തിട്ടത് എന്നാണ് P. ജയരാജൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയാണ് ആ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. അങ്ങനെയുള്ള PDP-യുമായി ചേർന്നാണ് LDF-കാർ പാലക്കാട് പ്രവർത്തിക്കുന്നത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് വർഗീയ പ്രചാരണം നടത്തുകയാണ്. കോൺഗ്രസ് അടിച്ചുകൊടുത്ത ലഘുലേഖയാണ് SDPI ആരാധനാലയങ്ങളിൽ വിതരണം ചെയ്യുന്നത്. പച്ചയായ തിരഞ്ഞെടുപ്പ് ലംഘനമാണത്, തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം. NDA ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. SDPI-യുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള നട്ടെല്ല് VD സതീശനില്ലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന LDF UDF-നോട് ദേശ താല്പര്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് യോജിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ BJP-യിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഞായറാഴ്ച പാണക്കാട് എത്തുമെന്ന് കേൾക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും അതല്ലെങ്കിൽ ഒരു പറ്റം ആളുകളിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായാൽ തന്നെ വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി എന്ന് കരുതി രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സംഘത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുമോ സന്ദീപ് വാര്യർക്ക്? കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരണം ലഭിച്ച വേദിയിൽ BJP രൂക്ഷമായി വിമർശിച്ചിരുന്നു. BJP-യെ സന്ദീപ് വാര്യർ വിമർശിച്ചത് നമുക്കറിയാം. അപ്പൊ ഇതുവരെ പറഞ്ഞതിനൊക്കെ ഉത്തരം സന്ദീപ് വാര്യർ കണ്ടെത്തിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് പറഞ്ഞയക്കുന്ന വിഷയവും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ജോഡോ യാത്രയ്ക്കൊടുവിൽ ദേശീയ പതാക ഉയർത്തേണ്ടത് എന്ന ആശയങ്ങൾക്കുമൊക്കെ സന്ദീപ് വാര്യർക്ക് മറുപടി കിട്ടിയോ? BJP വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന അഭിപ്രായമാണ് സന്ദീപ് വാര്യർക്കുള്ളത്. ആ അഭിപ്രായം തുറന്നു പറയാൻ പോലും ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ലെന്നും സന്ദീപ് ആഞ്ഞടിച്ചു. ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പാർട്ടിയിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും കാലവും ജീവിക്കാൻ കഴിഞ്ഞത്, തുടരാൻ കഴിഞ്ഞത്, പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? ഈ പാർട്ടിയുടെ നാവായി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ചാനൽ ചർച്ചയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞത്? ഇനിയും കോൺഗ്രസിലും മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സന്ദീപ് വാര്യരോട് നീരസമുണ്ട്. ആ പാർട്ടിയിൽ നിന്നും അടുത്ത പാർട്ടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം ഇവിടെയും വ്യക്തി താല്പര്യത്തോട് നീരസം തോന്നിയിട്ടാണ് സന്ദീപ് വാര്യർ പോയത്. വെറുപ്പ് മാത്രം പുറത്തുവിടുന്ന സംഘടനയിൽ നിന്ന് സ്നേഹം താൻ പ്രതീക്ഷിച്ചുവെന്നും എന്നാൽ പല ഘട്ടത്തിലും സ്നേഹവും കരുതലും പിന്തുണയും കിട്ടിയില്ലെന്നും സന്ദീപ് പറഞ്ഞു. ഏകാധിപത്യപരമായ രീതിയിലാണ് BJP-യിലുള്ളത്. അവിടെ അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ വിലക്ക് നേരിട്ട വ്യക്തിയാണ് ഇയാളെന്ന് സന്ദീപ് തന്നെ പറയുന്നു. വ്യക്തിബന്ധങ്ങളിൽ മതം തിരയാനോ ഇടപെടാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ 1 വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയെന്നും സന്ദീപ് പറയുന്നു. എങ്ങനെയാണ് രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മതതീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരോട് അവരെ പിന്തുണയ്ക്കുകയും അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളോട്
എങ്ങനെയാണ് ലയിക്കാൻ സാധിക്കുന്നത്, അവരുമായി വേദി പങ്കിടാൻ സാധിക്കുന്നത്, അവരോട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? ഇവിടെയെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മതതീവ്രവാദികളെ കൂട്ടുപിടിച്ചെങ്കിലല്ലാതെ ഇവർക്കിവിടെ ഭരിക്കാൻ കഴിയില്ല. SDPI സ്വാധീനത്തിൽ, മതതീവ്രവാദ സംഘടനകളുടെ സ്വാധീനത്തിലല്ലാതെ ഇവർക്ക് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കാൻ പറ്റുമോ? ചോദ്യമാണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു, UDFന്റെ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അല്പം മുൻപ് തന്നെയാണ് ശ്രീ ബൽദേവ് സൂചിപ്പിച്ചത്, മുൻകാലത്ത് തദ്ദേശമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയാൽ പോലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അവരെ നിരാകരിക്കാനുള്ള എല്ലാ ആർജവവും ഉണ്ട് എന്നുള്ളത്. UDFും പാടെ തള്ളിക്കളയുന്നുണ്ട് SDPI പിന്തുണ. പിന്നെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും അപഹാസ്യമാകുന്ന തരത്തിൽ തങ്ങളുടെ പിന്തുണ ഇവർക്കാണ് എന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും പറയുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ് ഇവരുടെ നിരാകരിക്കൽ. ഇത്തവണ പറയുന്നു രണ്ടുപേരും നിരാകരിക്കുന്നു. ഇനിയും ഇങ്ങനെ വീണ്ടും വീണ്ടും SDPI അപഹാസ്യമാകുന്നത് SDPIക്ക് അറിയുമോ? ഇത്രയൊക്കെ ഇവർ എതിർത്തു പറഞ്ഞാലും അന്തർധാരയുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞതിന് മുമ്പേ ഈ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു വളരെ SDPIയെ കുറിച്ച് വളരെ പറയുന്നത് കേട്ടു. ഇതൊന്നും SDPIയുടെ തലയിൽ ചേർക്കണ്ട. ഉല്ലാസ് ബാബു പറഞ്ഞത് തന്നെയാണ് ഇടതുപക്ഷവും UDFും പറയുന്നത്, LDFും UDFും പറയുന്നത് അത് തന്നെയാണ്. SDPIയെ തങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അവിടെ BJP മാറ്റി നിർത്തിക്കൊണ്ട് അവരെന്നെ പറഞ്ഞല്ലോ, സേനാപതി വേണവും പറഞ്ഞു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഞങ്ങൾ വരേണ്ടത് പുറകെ നടക്കുന്നതെന്ന്? നിങ്ങളുടെ നിലപാടുകളാണ് പ്രശ്നം, നിങ്ങളുടെ നിലപാടുകളാണ് പ്രശ്നം, നിങ്ങളുടെ വർഗീയവാദമാണ് പ്രശ്നം, നിങ്ങളുടെ തീവ്രവാദം മനസ്സാണ് പ്രശ്നം, നിങ്ങളുടെ നാടിന്റെ എതിർത്തായിട്ടുള്ള പ്രവർത്തനമാണ് പ്രശ്നം. ഒരു മിനിറ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തെ കൊന്നത് ആരാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നത് ആരാ? അല്ല, കൊലപാതകത്തിന്റെ വക്താക്കളല്ല നിങ്ങളാണ്. കേരളത്തിൽ RSS ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നത്. കണ്ണൂരിലടക്കം എത്ര കമ്മ്യൂണിസ്റ്റുകാർ, ഹിന്ദുക്കളുടെ അവരുടെ അവരെയൊക്കെ കൊന്നു കളഞ്ഞത് RSS ആണ്. ഇവിടെ SDPക്കാർ കൊന്നൊന്നുമല്ല. SDPI സ്ഫോടനമാണ്. ഈ പറഞ്ഞ കൊലപാതകത്തിലൊക്കെ SDPക്ക് എന്ത് പങ്കാണുള്ളത്? നമ്മുടെ ഈ ചർച്ചാവേളയിൽ തന്നെ ശ്രീ അൻസാരി ചോദിക്കൂ, ഇടതുപക്ഷത്തോടും UDFിനോടും ചോദിക്കൂ, എന്തിനാണ് ഞങ്ങളെ മാറ്റി നിർത്തുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കൂ എന്ന് ചോദിക്കൂ. അതാണ് അത് ജനതയുടെ താല്പര്യമാവും. താല്പര്യമില്ല ഇക്കാര്യത്തിൽ. ശ്രീ ബൽദേവും ഉണ്ട്, ശ്രീ സേനാപതി വേണുവും ഉണ്ട്. രണ്ടുപേരും LDF UDF പ്രതിനിധികളായി എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരും SDPI പിന്തുണ നിരാകരിക്കുന്നു. അവരോട് തന്നെ താങ്കൾ ചോദിക്കൂ, എന്തുകൊണ്ട് ഞങ്ങളുടെ വോട്ട് വേണ്ട എന്നുള്ളത്. അപ്പോൾ എന്റെ കാര്യങ്ങൾ വ്യക്തമാകുന്നത് എന്റെ സഹപാനലിസ്റ്റുകളുടെ അനുവാദത്തോടു കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ സഹപാനലിസ്റ്റുകളുടെ സംസ്ഥാന നേതൃത്വങ്ങളുടെ അംഗീകാരത്തോടു കൂടിയല്ല നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. SDPയുടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമായി കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിക്കാൻ പാടില്ലേ? അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പക്ഷേ ചിലര് എന്ത് ചെയ്യും, അത് അനുകൂലിക്കാനും പ്രതികൂലിക്കാം. അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇപ്പൊ ലീഗ് എത്ര നാൾ അകറ്റി നിർത്തി, കോൺഗ്രസ് അകറ്റി നിർത്തിയില്ലേ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് അകറ്റി നിർത്തിയില്ലേ? കഴിഞ്ഞ തൊടുപുഴയിൽ ഇപ്പൊ ലീഗിന്റെ പിന്തുണയോട് അവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇത് കൃത്യമായി രാഷ്ട്രീയ ഇത് പറയുമ്പോഴും യാഥാർത്ഥ്യം എന്താണ്? മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യമേ. കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്ക്, SDPയുടെ സാന്നിധ്യമില്ലാത്ത ഏതെങ്കിലും മണ്ഡലം ഉണ്ടോ? നിങ്ങൾ പറയാം. അപ്പൊ ഇതൊക്കെ ചുമ്മാതെ തീവ്രവാദം പറഞ്ഞ് എടുക്കാനാണെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ലേ ഇതിനകത്ത് വരുള്ളൂ. നിങ്ങൾ പറയുന്ന ഭാഷയാണെങ്കിൽ കേരളത്തിൽ SDPI സ്വാധീനമില്ലാത്ത ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അന്തർധാര സജീവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. നന്ദി.